ഈ അധ്യായം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട്, യഥാർത്ഥ വിശ്വാസം നമ്മളെ വെല്ലുവിളികൾക്ക് നടുവിൽ ധൈര്യത്തോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. അബ്രഹാം ലോത്തിന്റെ രക്ഷിക്കാൻ പോയതുപോലെ. അതെ, നമ്മുടെ വിശ്വാസം സ്നേഹത്തിലും നീതിയിലും അടിസ്ഥാനപ്പെട്ട പ്രവൃത്തികളിലേക്ക് നമ്മെ നയിക്കണം. രണ്ടാമത്, മെൽക്കിസേദക്കുമായുള്ള ആ കൂടിക്കാഴ്ച, ദശാംശം നൽകിയത്, അതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയത്തിനും അനുഗ്രഹത്തിനും കാരണം ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തെ പരസ്യമായി മഹത്വപ്പെടുത്തണം. ശരിയാണ്. നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ അത് അവിടുത്തെ ഉടമസ്ഥാവകാശത്തെ അംഗീകരിക്കലാണ്. നമ്മുടെ ഉയർച്ചയുടെ കാരണം ദൈവമാണെന്ന് ലോകം അറിയണം. അതെ. നാലാമതായിട്ട്, ഒരുപക്ഷെ ഏറ്റവും ഹൃദയസ്പർശിയായ കാര്യം, ലോത്ത് തെറ്റായ തീരുമാനമെടുത്തു, അപകടത്തിൽപ്പെട്ടു. എന്നിട്ടും അബ്രാം അവനെ കൈവിട്ടില്ല. ശരിയാണ്. അവനെ രക്ഷിക്കാൻ ജീവൻ പണയം വെച്ചു. അതെ, ഇത് വഴിതെറ്റിപ്പോകുന്നവരെ തേടിവരുന്ന ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തിന്റെയും കൃപയുടെയും ഒരു മനോഹരമായ ചിത്രം നമുക്ക് നൽകുന്നു. അബ്രാം അവിടെ ദൈവസ്നേഹത്തിന്റെ ഒരു ഉപകരണമായി മാറുകയായിരുന്നു. നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്നിത് ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും.